ചിലരെ നല്ല നടനുള്ള ഒരു ഖ്യാതി പേരെടുക്കും ആദ്യത്തെ സിനിമകളിൽ. പിന്നീട് അടുത്തു വരുന്ന സിനിമകളിൽ നന്നായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ അയാളൊരു മോശം നടനായിട്ട് തന്നെയായിരിക്കും ആസ്വാദകർ, സിനിമാ പ്രേക്ഷകർ കാണുക. അത് ശ്രീ ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട, രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരു ഭേദപ്പെട്ട ഒരു വ്യക്തിയായിട്ട്, രാഷ്ട്രീയക്കാരനായിട്ട്, നേതാവായിട്ട്, ഭരണകർത്താവായിട്ട് ആളുകളെ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. പിന്നീട് ഈ UDF മന്ത്രിയല്ല, LDF മന്ത്രിയല്ല എന്ന് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം കൂട്ടുത്തരവാദിത്തത്തെ പറ്റിയാണ് പറഞ്ഞു തന്നു. ആ മാന്യ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഏത് മുന്നണി ഭരിച്ചാലും കൂട്ടുത്തരവാദിത്തം ഉണ്ടായേ പറ്റൂ. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഏകകക്ഷി ഭരണമാണെങ്കിലും, ഇനി BJPയുടെ ഏകകക്ഷി ഭരണമോ NDO ആണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ, ഒരു മന്ത്രിക്ക് മന്ത്രിസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായാലേ പറ്റൂ. കൂട്ടുത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി യാതൊരു സംശയവും വേണ്ട, പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും. ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. അത് ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഏത് മുന്നണി ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ശ്രീ ഗണേഷ് കുമാറിൻ്റെ ചില തീരുമാനങ്ങളെക്കുറിച്ചും അത് CPM തള്ളിക്കളഞ്ഞതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വെറുതെ UDF LDF എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ കാര്യമില്ല. അത് പിന്നെ ഒരു മേപ്പൊടിക്ക് ഇങ്ങനെ സാമ്പാറിന് പിന്നെ കായം ചേർക്കുന്നത് പോലെ ചേർത്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മാധു ഇവിടെ പറഞ്ഞു ആളുകൾ എന്തോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. ഗണേഷ് കുമാർ അല്ലേ പറഞ്ഞത് എന്തോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. അതിനും എനിക്കൊരു ആദ്യം പറഞ്ഞ ഉദാഹരണമാവുള്ളൂ. ഒരു നല്ല നടനായിരുന്നു അദ്ദേഹം. കുറേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ വരുമ്പോൾ അയാളൊരു നല്ല നടനാണ്, നല്ല അഭിനയം കാഴ്ചവെച്ചേക്കും എന്ന് കരുതുന്നത് പോലെയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ ബുദ്ധി, നമ്മളെല്ലാവരും വലിയ മിടുക്കന്മാരുന്നു, പക്ഷേ രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ എന്താ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ ഇലക്ട്രിക്കൽ ബസ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ CPM പ്രതികരിച്ച് സംസാരിച്ച ആൾ പറഞ്ഞത്, ഇത് ഭാവിയിലെ വാഹനമാണ്. ഇത് 2030 ആകുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ ഒന്നുകിൽ CNGയിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പിന്നെ ഇന്ധനത്തിലേക്ക് മാറണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 113 ബസ്സുകൾ തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട്. അതുണ്ടാക്കുന്ന പരിസര മലിനീകരണം അല്ലെങ്കിൽ പിന്നെ ഈ മലിനീകരണം വളരെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ ബസ്സുകളാണ്, അത് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചെലവിനെ കുറിച്ച് പറഞ്ഞു. ഒരു കിലോമീറ്ററിന് പിന്നെ ഡീസലിന് 80 രൂപയാകുമ്പോൾ ഇവിടെ വെറും 4 രൂപയ്ക്കാണ് ആ വണ്ടി ഓടുന്നത്. ഇതിനേക്കാളെല്ലാം ഉപരി തിരുവനന്തപുരത്തെ വളരെ സാധാരണക്കാരായ ആളുകൾ, ഒരുപക്ഷെ സാധാരണക്കാരുണ്ട്, വണ്ടി സ്വന്തമായിട്ട് സ്വകാര്യ വാഹനം ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുമുണ്ട്. അവരടക്കമുള്ളൊരു വലിയ ജനാവലി, അതായത് 80,000 എന്നാണ് KSRTCയുടെ കണക്ക്, ഒരു ദിവസത്തെ യാത്രക്കാരുടെ കണക്ക്. അപ്പോൾ ഇത്രയും ആളുകൾ ഈ ബസ്സിനെ ആശ്രയിക്കുന്നത് ഇത് ലാഭം മാത്രം പ്രതീക്ഷിച്ചല്ല. കാറുമായിട്ട് ഇറങ്ങണ്ട, അല്ലെങ്കിൽ സ്കൂട്ടറുമായിട്ട് ഇറങ്ങണ്ട. ഈ തിരുവനന്തപുരത്തെ തിരക്കിൽ വലിയൊരു ആശ്വാസമാണത്. അതേസമയം 10 രൂപയ്ക്ക് മാധു അറിയാമല്ലോ, മാധു അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്, ഞാൻ ഈ കവടിയാറിൽ താമസിക്കുന്നു, അത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. 10 രൂപയ്ക്ക് നിങ്ങൾക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അത് നീണ്ടതായിക്കോട്ടെ, അടുത്ത ഡെസ്റ്റിനേഷൻ ആയിക്കോട്ടെ. അത് മാത്രമല്ല, 15 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു ദിവസം ആ യാത്രക്കാരന് എവിടെയും യാത്ര ചെയ്യാം. ഇതൊക്കെ ഡൽഹിയിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ചില സംവിധാനങ്ങളാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ, ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന, പരിസ്ഥിതി സൗഹൃദമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു തീരുമാനം നടപ്പാക്കിയത്, അതായത് ഏത് മന്ത്രി ആയിക്കൊള്ളട്ടെ, ഏത് മുന്നണിയാവട്ടെ എന്നല്ല, അത് നടപ്പാക്കിയത് അതിനെ തിരുത്തും എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പുക തുപ്പുന്ന ഡീസൽ എഞ്ചിൻ വരുന്നു, വീണ്ടും ചാർജ് കൂടുന്നു. നേരത്തെ 3000 പേരുള്ളിടത്താണ് 80,000 പേര് യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനും പ്രകാശും ഇതിനെ എതിർക്കുന്നത്? നമ്മുടെ സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കോർപ്പറേഷനിലേക്കൊക്കെ ഇപ്പോൾ CPM ആണ് ഇവിടെ ഭരിക്കുന്നത്. അത് ആജീവനകാലത്തേക്കുള്ളത്. ഇനി തിരഞ്ഞെടുപ്പ് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വണ്ടികൾ പിൻവലിക്കുന്നു, അതായത് ഇലക്ട്രിക്കൽ ബസ്സുകൾ പിൻവലിക്കുന്നു. ഇതിൻ്റെ 10 രൂപ എന്നുള്ള ടിക്കറ്റ് 15 20 രൂപയാക്കുന്നു. ഇനി 1-2 വർഷം കഴിയുമ്പോൾ, എനിക്ക് കൃത്യമായ സമയം ഓർമ്മയില്ല, ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ CPM പോലൊരു പാർട്ടി, നമ്മൾ മനസ്സിലാക്കണം, വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത് വലിയ നയപരമായ കാര്യങ്ങളൊന്നും. ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു തീരുമാനം നടപ്പാക്കുന്ന, പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തെ CPM അംഗീകരിച്ചു കൊടുക്കുന്നു. ഗണേഷ്